പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സ്വർണം മോഷ്ടിക്കാൻ വയോധികയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മൊഴി മാറ്റിയതിൽ സംശയമുണ്ടെന്ന് പോലീസ്. കൊലപാതകത്തിന് ആരും സഹായിച്ചിട്ടില്ല എന്നാണ് ഉദയകുമാറിന്റെ പുതിയ മൊഴി. സുഹൃത്തായ 17-കാരൻ കൊലപാതകത്തിന് സഹായിച്ചു എന്നായിരുന്നു ഇയാൾ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ഇതെന്താണ് കേസ്? ഇന്നലെയാണ് കൊഴിഞ്ഞാമ്പാറയിലെ വടകരപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വയോധികയായ 66 വയസ്സുകാരിയെ മൂക്കുത്തി കൈക്കലാക്കുന്നതിന് വേണ്ടി ക്രൂരമായി കൊലപ്പെടുത്തിയത്. പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ആദ്യം കൊലപ്പെടുത്തുകയും പിന്നീട് കത്തിക്കുകയും അങ്ങനെ കുഴിച്ചുമൂടുകയുമായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഉദയകുമാർ എന്ന ആൾ ഇന്നലെ പ്രതിയായിരുന്നു. ഇന്നലെ അയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. ആ 19 വയസ്സുകാരനാണ്. അയാളുടെ മൊഴിയാണ്. ആദ്യഘട്ടത്തിൽ 17 വയസ്സുകാരനായ ഒരാൾ സഹായിച്ചു എന്ന് ആണ് പോലീസിന് മൊഴി നൽകിയത്. പിന്നീടാണ് മൊഴി മാറ്റി പറയുന്നത്. ഒറ്റക്കാണ് താനിത് ചെയ്തതെന്ന കാര്യം പോലീസിനെ അറിയിക്കുന്നത്. എന്നാലും ആ പോലീസ് 17 വയസ്സുകാരൻ, അതായത് കൂട്ടുപ്രതി 17 വയസ്സുകാരനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുകയും ഈ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 17 വയസ്സുകാരൻ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ 17 വയസ്സുകാരൻ കുറ്റം സമ്മതിച്ചു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കി മറ്റു തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതി, അത് ആദ്യം പിടിയിലായ ഉദയകുമാർ മൊഴി മാറ്റി പറയുകയാണ് ഉണ്ടായത്. താന് ആദ്യം 17 വയസ്സുകാരൻ സഹായം നേടി എന്നുള്ളത് പറഞ്ഞു. പിന്നീട് 17 വയസ്സുകാരൻ ഇല്ല, താൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും പോലീസ് കൃത്യമായി നേരത്തെ ഈ 17 വയസ്സുകാരൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ 17 വയസ്സുകാരനെ കൂടി കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിക്കുന്നത്. ഇനി ഉദയകുമാറിനെ കസ്റ്റഡി എടുക്കേണ്ടതുണ്ട്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാനൊരുങ്ങുകയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ 17 വയസ്സുകാരനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പോലീസ് അറിയിച്ചിട്ടുള്ളത്.